അസ്സലാമലൈക്കും. നിങ്ങളെല്ലാം വിചാരിക്കുന്നുണ്ട് ഇവനെന്ത് നേന്തിയോഗിച്ചിരിക്കുന്നത്, ഇവനെ നേന്തിയോഗിച്ചിരിക്കുന്നതിലും കാര്യമുണ്ട്. ഇവൻ്റെ മുടി വെട്ടാനും പിന്നെ ഉമ്മാക്ക് ഇവനിക്ക് ഷൂ എടുക്കാനൊക്കെ ഇല്ലാപ്പള്ളി പോകണ്ടായിരുന്നു. അങ്ങനെ മഴയായത് കാരണം ബാപ്പട്ടനെ വിളിച്ചിരിക്കണം കേട്ടോ. ഇവനെത്ര ഞാൻ ഒരുങ്ങി നിന്നാലും ഇവൻ ഉമ്മാൻ്റെ വയത്തിന് കേട്ടോ ഇവൻ നടക്കുന്നത്. ഓൻ ഓട്ടോ കാര്യപാടെ തന്നെ ഓൻ്റെ സീറ്റ് ഇതാന്ന് പറഞ്ഞ് ഓനത് പിടിച്ച് വെച്ചിട്ടാ എന്താക്കുവാനാ ഞങ്ങളുടെ കിടന്ന് കഷ്ടപ്പെടുന്ന കാണാം. ഞങ്ങളെ നാടെന്ന് വെച്ചാൽ ഭയങ്കര മൃഗസ്നേഹമുള്ള നാടായതുകൊണ്ട് ഓരോ സെക്കൻഡ് കഴിയുമ്പോൾ ഇതുപോലെയുള്ള കാഴ്ചകൾ കാണും കേട്ടോ. പിന്നെ ഇവർക്ക് ഭയങ്കര സ്നേഹം കൂടുമ്പോൾ ഇവരിടക്കൊരു കടിയെല്ലാം വെച്ച് നല്ലതായിരിക്കും. അത് തന്നെ എനിക്ക് ഷൂ എടുക്കാനായിട്ടാണ് കാര്യം. അത് അങ്ങനെ ഷൂ എടുക്കും കാര്യമോ നമ്മൾ പണ്ടത്തെ ഒരു പേപ്പ് ചെരുപ്പില്ല. അപ്പോൾ അത് കണ്ടൊരു ഉമ്മാക്ക് ഭയങ്കര പുതിയ ഇവനിക്ക് എടുക്കണം. അങ്ങനെ അതെടുത്തിട്ട് ഇവനിക്ക് വേണ്ട ഷൂ ഇവൻ എന്നെ തപ്പുന്നുണ്ട് കേട്ടോ. ഞാൻ ചെറുപ്പത്തേ ഇവൻ അങ്ങനെ ശീലിപ്പിച്ച് സ്വന്തം കാര്യം സ്വന്തമായിട്ട് എന്നെ ഇതാക്കാൻ വേണ്ടി നമ്മൾ നേരെ ഇവൻ്റെ മുടി വെട്ടാൻ പോയിട്ടാ. പിന്നെ മുടി വെട്ടുമ്പോൾ മര്യാദയ്ക്ക് ഇരിക്കണമെങ്കിൽ കാക്കേ പാട്ടെല്ലാം നമ്മൾ വെച്ച് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നേരെ പുരക്കെത്തി നോക്കുമ്പോൾ ഉമ്മ ഒരു വലിയ സാധനം എടുത്ത് വരുന്നത്. ഇതെന്തെന്നാന്ന് തിന്നേക്ക, ഇത് നമ്മളെ പേരയ്ക്കാട്ടാ. അങ്ങനെ ഉമ്മ പറഞ്ഞ് ഞാനിത് പോയി പാണ്ടൊക്കെ ഞാൻ സഞ്ചിയൊക്കെ കെട്ടി അങ്ങനെ ഇതായതാന്നൊക്കെ ഭയങ്കര ഡയലോഗ് അടിച്ച് നോക്കുമ്പോൾ തുറന്നു നോക്കുമ്പോൾ ഇതാട്ട അവസ്ഥ. പാവം ചമ്മിപ്പോയി അങ്ങ് ഇല്ലാണ്ടായിപ്പോയി ഉമ്മ.